342 പരോൾ എങ്ങാണ്ടാ കിട്ടിയ. ഇപ്പം ഞാൻ ന്യൂസിൽ കേട്ടത് ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയത് ഷെറിനാണ്. ഷെറിൻ എന്താണ് ഇത്രയും പരോൾ കിട്ടാൻ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഹായ് ഫ്രണ്ട്സ്, മൻസൂർ നെല്ലിക്കോടെന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചെങ്ങന്നൂർ കാരണവർ വില്ലാസിലെ ഭാസ്കരനെ കാരണവർ കൊല്ലപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ ഷെറിൻ, നമുക്കറിയാം അവർ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് അട്ടക്കുളങ്ങര ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ജീവപര്യന്തം വിധിച്ച് അതിനുശേഷം 2010 ജൂൺ 11 അവർക്ക് ജീവപര്യന്തം വിധിക്കുന്നത്. പിന്നീട് അതിനുശേഷം അവർ ഹൈക്കോടതിയിൽ പോയി ശിക്ഷ ശരിവെച്ച്, പിന്നീട് സുപ്രീം കോടതിയിൽ പോയപ്പോഴും ശിക്ഷ ശരിവെച്ച് അങ്ങനെ ജീവപര്യന്തത്തിന് വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ കൂട്ടുപ്രതികളായിട്ടുള്ള വേറെ ആളുകളുണ്ട് കേട്ടോ. സ്വന്തം മരുമകൾ ഭർത്താവിൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് കൊന്ന കേസാണ്, സ്വത്തിന് വേണ്ടിയിട്ട്. ഇദ്ദേഹം ഇവരെ കുടുംബസമേതം അമേരിക്കയിലായിരുന്നു. പിന്നീട് അവർ നാട്ടിൽ വന്നു, നാട്ടിൽ സെറ്റിലായി. അപ്പോൾ തൻ്റെ മകന് കുറച്ച് മാനസിക പ്രശ്നമുള്ള മകനെ നോക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ തന്നെ തെരഞ്ഞു പിടിച്ച് ഈ ഭാസ്കരനെ കാരണവർ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം അത്രക്കും ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ഷെറിൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അവർക്ക് തൻ്റെ മകനെ നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഈ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം അവർക്ക് പേരിൽ എഴുതി കൊടുക്കാമെന്ന് അവർ വെക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ആ കല്യാണം മുന്നോട്ട് പോയത്. പിന്നീട് ഈ സ്ത്രീക്ക് പല കാമുകന്മാരായിട്ട് ബന്ധം, പല ആളുകളായിട്ട് ബന്ധം, പല ഉന്നത ശ്രേണിയിലുള്ള ആളുകളായിട്ടൊക്കെ കാമുകന്മാരായിട്ട് വരും. പലരും ഇയാൾ വീട്ടിൽ വിളിച്ച് കയറ്റും. അവസാനം കാരണവർ അത് കണ്ടെത്തുകയും അങ്ങനെ കാരണവർ ഇതിന് തടസ്സമാണെന്ന് തോന്നിയ സമയത്ത് കാരണവരെ കൊല്ലാൻ ഇവർ തീരുമാനിക്കുകയും അങ്ങനെ കാമുകന്മാരെ വിളിച്ചു വരുത്തി പല ആളുകളുമായി ബന്ധമുള്ള ഈ ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു ദിവസം ഈ കാരണവരെ കൊല്ലാൻ തീരുമാനിക്കുകയും അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നതാണ് കേസ്. അപ്പോൾ ഈ സ്വത്ത് എഴുതി കൊടുക്കാത്തതും, അപ്പോൾ ഇവരെ ഈ ഒരു സംശയം ഉള്ളത് കൊണ്ട് കാരണവർക്ക് ഈ ഭാസ്കര കാരണവർക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നീട് പല പ്രവൃത്തിയും കണ്ടപ്പോൾ, പല കാമുകന്മാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞപ്പോൾ, അപ്പോൾ ആ സമയത്ത് ഈ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്നതിന് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെച്ചു. കാരണം ഈ ഭാസ്കര കാരണവർ ഇവർ ഈ പോക്ക് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിലുള്ള പകയും ഈ പല ഭയവിട്ട ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇയാളാണ് തടസ്സമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കൊട്ടേഷൻ കൊടുത്തിട്ട് ഈ സ്ത്രീ ആ മനുഷ്യനെ ഒരു ദയമില്ലാതെ ഭാര്യ മരണപ്പെട്ട് അവസാനം ഒരുപാട് കാലം അമേരിക്കയിൽ കഷ്ടപ്പെട്ട് അവിടെ ഒരു ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ച ഒരു വീട്ടിൽ വന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഒരു ദയമില്ലാതെ കൊന്നു കളഞ്ഞത്. ഈ സ്ത്രീയാണ് അതിലെ ഒന്നാം പ്രതി. പിന്നീട് ജൂൺ 10 പിന്നീട് 2010 ജൂൺ 11 മാവേലിക്കര കോടതി അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ആ ശിക്ഷയ്ക്ക് എതിരായിട്ട് അവർ അപ്പീൽ പോയി, ഹൈക്കോടതിയിൽ പോയി ശിക്ഷ ശരിവെച്ച്, പിന്നീട് അത് സുപ്രീം കോടതിയിൽ പോയി എന്നിട്ട് ശരിവെക്കാണ്ടായത്. 6 വർഷം ആ ജയിലിൽ കടന്നപ്പോൾ തന്നെ 6 വർഷം നോക്കണം. ജീവപര്യന്തം പറഞ്ഞാൽ ജീവിത അവസാനം വരെയാണ്. പിന്നെ പ്രത്യേക ഘട്ടങ്ങളിൽ ഗവൺമെന്റിന് അതിൽ ആക്ഷൻ എടുക്കാം. 14 വർഷമായാലും ആക്ഷൻ എടുത്ത് വേണമെങ്കിൽ പുറത്തു വിടാൻ പറ്റും. അതാണ് സംഭവം. അങ്ങനെ ജീവപര്യന്തം വിധിച്ച ഒരു ദയം അർഹിക്കാത്ത ഈ പ്രതിയെ 6 വർഷം ആ ജയിലിൽ നിന്നപ്പോഴേക്ക് 6ാമത്തെ വർഷം തന്നെ ജയിലിൽ നിന്ന് പുറത്ത് വിടേണ്ട പട്ടികയിൽ മുമ്പിലായിരുന്നു. ആലോചിച്ച് നോക്കണം. എത്രയോ ആൾക്കാർ 20-30 കൊല്ലം കിടക്കുന്നവരുണ്ട്. കണ്ണിന് സുഖമില്ലാത്തവരും കഴിയാത്തവരും വയ്യാത്തവരും എത്രയോ ആൾക്കാർ അവിടെ ജയിലിൽ വേറെയുണ്ട്. 20 കൊല്ലം ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ 6 വർഷം തന്നെ ഇവർ സ്ഥാനപട്ടികയിൽ ഇടം നേടിക്കുന്നു. ഇപ്പോൾ ഇതാക്കണ ഒരാഴ്ച മുന്നല്ലേ 2 ആഴ്ച മുന്നേ നിങ്ങൾ കണ്ടില്ലേ, മന്ത്രിസഭ യോഗം തീരുമാനിച്ചു. മന്ത്രിസഭ യോഗം കൂടിയിരിക്കുകയാണ്. എന്തിനാ അറിയോ? എന്തിന് വെള്ളയിട്ട കതറിട്ട രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവർ യോഗം വിളിച്ചിട്ട് മന്ത്രിസഭ യോഗം തീരുമാനിക്കുകയാണ്. ജയിലിന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ 14 വർഷം ആൾക്കാരെ ജയിലിൽ കടന്നിട്ടുള്ള ആൾക്കാരെ പുറത്തുവിടാൻ വേണ്ടി ജയിൽ വകുപ്പ് കൊടുക്കുന്ന റിപ്പോർട്ട് അവർ മന്ത്രിസഭ തീരുമാനിച്ച് അംഗീകാരം കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് ഗവർണർക്ക് അപേക്ഷ കൊടുക്കും. ഗവർണർ ഒപ്പുവെക്കുന്നതോട് കൂടി അവർ പുറത്തിറങ്ങും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് നല്ല നടപ്പുള്ള ആളുകളാണ്. ഈ മാനസാന്തരം വന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ച നല്ല നടക്കുന്നു തോന്നിയൊക്കെ ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ സ്ത്രീ അതിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് പുറത്ത് വന്ന വാർത്ത നിങ്ങൾ കണ്ടില്ലേ? അതിന് പുറത്തു വന്ന ജയിലിനകത്ത് അവർക്ക് നല്ല നടപ്പ്. എന്ത് നല്ല നടപ്പാണെന്നറിയോ? അന്നത്തെ DIG ആയിരുന്ന ജയിൽ DIG പ്രദീപ് ഈ രാത്രി 7 മണിയാണെങ്കിൽ ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോലെ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച സ്ത്രീ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരോൾ ലഭിക്കുന്ന ഒരു കൊലപാതക കേസിലെ പ്രതി ആ ഷെറിനാണ്. അത് അന്വേഷിച്ചു ആ കേസ് ഡയറി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചിരി വരും. എന്ത് കോമഡിയാണ് നിയമ സംവിധാനങ്ങൾ ആലോചിച്ച് നോക്കും. എന്തൊരു സ്വാധീനം ചെലുത്തി എന്തും സംഭവിക്കും. ആർക്കും നാട്ടിൽ എന്തും ചെയ്യാന്നാണോ? ഒരു നിയമ സംവിധാനത്തിനൊക്കെ പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ട് 450 ദിവസം ആലോചിച്ച് നോക്കണം. 400 ദിവസം, 1 വർഷത്തിൽ കൂടുതൽ അവർക്ക് പരോളും പ്രത്യേക സാഹചര്യത്തിൽ ലഭിക്കേണ്ട പരോള് അതല്ല, അന്ന് വേണ്ട എന്തെല്ലാം പരോൾ ഒരാൾക്ക് കിട്ടുമോ അതിൻ്റെ അപ്പുറത്ത് കൈയഴിഞ്ഞ് സഹായിച്ചു കൊടുത്തു.
അന്നത്തെ DIG ആയിരുന്ന പ്രദീപാണ് ഇതിന്റെ പിന്നിലാണ് ഇപ്പോൾ അവരെ കൂടെ ജയിലുണ്ടായിരുന്ന ഒരാൾ, ഒരു തടവുകാരി പുറത്തിറങ്ങിയപ്പോൾ അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു വെച്ചെന്താണെന്നറിയോ, ജയിലിൽ നല്ല നടപ്പിനാണോ അല്ലെ മന്ത്രിസഭ തീരുമാനിച്ചത്, ഈ സ്ത്രീയാണ് നല്ല നടപ്പിന്. രാത്രി 7 മണിയാകുമ്പോൾ ജയിലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോലെ ഈ DIG. എന്നിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോഴാണല്ലോ തിരിച്ച് ജയിലിലേക്ക് കയറ്റി കൊണ്ടുവിടുന്നത്. ഈ സമയം എവിടെ ആയിരുന്നു, എന്തിനു പോയി? അതാണ്. അപ്പോൾ എന്നിട്ട് ജയിലിനകത്ത് വസ്ത്രം, എല്ലാവരും വെള്ള വസ്ത്രം ഇരിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേക വസ്ത്രം പുറത്തുനിന്ന് തയ്ച്ചിട്ട് കൊണ്ടുകൊടുക്കും. ഭക്ഷണം 3 നേരം ഇവള് വരിക്കാനൊന്നും പോവില്ല. എല്ലാ പ്രതികളും എല്ലാ ആളുകളും വരി നിന്നായിട്ട് ഭക്ഷണത്തിന് ഇങ്ങനെ വരി നിന്നിട്ടൊക്കെ ഭക്ഷണം വാങ്ങുമ്പോൾ ഇവള് വരിക്കാനൊന്നും പോവില്ല. ഇവർക്ക് ജയിലിൽ നിന്ന് പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കും 3 നേരം, ഇവള് പറയുന്ന ഭക്ഷണം. എന്നിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ജയിലിൽ നിന്ന് ഓഫീസിലേക്ക് നടക്കാനുള്ള ദൂരത്തിന് വെയിൽ കൊള്ളുന്നതിന് ഒരു ഡോക്ടർ എഴുതി കൊടുത്തില്ല കുട ഉണ്ടല്ലോ, വെയിലുള്ളാതിരിക്കാനുള്ള കുട ചൂടാനുള്ള കുട എഴുതി കൊടുത്തിരിക്കുക ജയിൽ പുള്ളിക്ക്. ജയിലിലെ സഹതടവുകാരോട് മോശമായി പെരുമാറുക, തട്ടിക്കേറുക എന്ന് വേണ്ട സകല തോന്നിവാസവും ജയിലിനകത്ത് സകല ഗുണ്ടായുസവും സകല കൊള്ളരുതായ്മ തന്തയില്ലായ്മ ചെയ്യുന്ന ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ മന്ത്രിമാര് വട്ടം കൂടിയിരുന്നിട്ട് ഈ ജയിൽ വകുപ്പ് കൊടുത്ത ഈ ഒരു റിപ്പോർട്ട് ഒരു പഠനം നടത്താതെ അന്വേഷിക്കാതെ അത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്താക്കാൻ 10 ദിവസം മുമ്പാണ്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അതിനെക്കുറിച്ച്, അതിപ്പോൾ ശരിക്കും അത് ഫൈനലി ഗവർണറെ ഒപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ പുറത്തിറങ്ങി പോകും. ഇങ്ങനെ ഇതെന്ത് തോന്നിവാസം ചെയ്യാന്നാണോ നാട്ടിൽ? ഇതെന്ത് വെള്ളരിക്കാൻ പറ്റണോ? ഒരു കൊലപാതക കേസിൽ പ്രതിക്ക് 1 വർഷത്തിൽ കൂടുതൽ പരോൾ കൊടുത്തിട്ട് ഇന്നിപ്പോൾ നല്ല നടപ്പിന് പുറത്തിറക്കണമെങ്കിൽ നല്ല നടപ്പ് ഇതാണോ നല്ല നടപ്പ്? ഇങ്ങനെക്കാണോ നല്ല നടപ്പ് ജയിലിൽ ഉദ്ദേശിക്കുന്നത്? എന്താ നല്ല നടപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മനസ്സിലായില്ല. ഇത്തരത്തിൽ വൈവിട്ട ബന്ധം കൊണ്ട് 1 വർഷത്തിൽ കൂടുതൽ പരോൾ ലഭിച്ച ഒരു കൊലപാതക കേസിലെ 1-ാം പ്രതി മന്ത്രിസഭ കൂടിയിട്ട് തീരുമാനിച്ചിട്ട് പുറത്തുവിടാൻ തീരുമാനിച്ച ഒരു സ്ത്രീയുടെ കൂടെ സഹതടവുകാരി പുറത്ത് വന്ന് ഇന്ന് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ മേക്കപ്പ്, ഈ സ്ത്രീക്ക് വേണ്ട മേക്കപ്പിനുള്ള സകല സാധനവും ആ ജയിലിനകത്തുണ്ട് എന്നാണ്. പിന്നെ വീട്ടിൽ നിന്ന് ബക്കറ്റിൽ ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്നതാണ്. ആലോചിച്ച് നോക്കണം, ഒരു ജയിൽ പുള്ളിയുടെ കഥയായി പറയുന്നത്. ഇവരെ അതേ ജയിലിൽ ആലോചിക്കണം, ഈ മന്ത്രിസഭ കൂടി തീരുമാനിക്കുമ്പോൾ 20 വർഷമായിട്ട് 19 വർഷം കഴിഞ്ഞ ഒരു ജീവനെന്ന കേസിലെ പ്രതി ഒരു സഹോദരി അവിടെ ഉണ്ട്. 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ ജയിലിൽ. അത് സുപ്രീം കോടതിയിൽ ഒന്ന് അപേക്ഷിക്കാനുള്ള പണമില്ല. അങ്ങനെ അവർക്ക് വേണ്ടി മന്ത്രിസഭ യോഗം അതൊന്നുമില്ല. അവർക്ക് വേണ്ടി DGP ജയിൽ വകുപ്പ് എഴുതി കൊടുക്കുക അതുമില്ല. ഇവർക്ക് മാത്രം, ഈ സ്ത്രീയുടെ അതാണ് പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലാണ് ഇത്ര കൂടെ നിൽക്കുന്ന ആളുകൾ വേറെയുണ്ട്. ഇവരെ സഹതടവുകാർ വേറെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊന്നും പുറത്തു വിടാതെ ഈ സ്ത്രീക്ക് മാത്രം ഇങ്ങനെ വൈവിട്ട ബന്ധം കൊടുത്തിട്ട് ഈ ജയിലിലെ ജയിൽ ദുർനടപ്പ് നടന്ന, ജയിലിലെ വളരെ മോശമായി പെരുമാറുന്ന, ജയിലിൽ എല്ലാ കുറ്റകൃത്യങ്ങളും ഏർപ്പെടുന്ന, എല്ലാ നിയമവും ലംഘിക്കുന്ന, ഫോൺ ഉപയോഗിക്കുന്ന, ജയിലിൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ജയിലിൽ ഫോണൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മന്ത്രിസഭ കൂടിയിട്ട് പുറത്തു വിടാൻ തീരുമാനിച്ചപ്പോൾ അതിൽ അന്വേഷണം നടത്താതെ അതിന് അംഗീകാരം കൊടുത്ത് ഗവർണർക്ക് വേണ്ടി ഒപ്പിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ആ സഹോദരി കൂടെ സഹതടവുകാരിക്ക് തോന്നി ഇവരൊക്കെ പുറത്ത് വന്നാൽ ആ സഹോദരി എന്താ പറയുന്നത് അറിയോ, ഇവർ പുറത്ത് വന്നോട്ടെ, അങ്ങ് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവരെ കൂടെ ജയിലിൽ 19 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന കണ്ണ് കാണാത്ത ആൾക്കാർ, അവർക്ക് കൂടി ഒന്ന് മന്ത്രിസഭകൾ കൂടണം. അത്രേ ആ സ്ത്രീ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഒരു മാന്യമായ ആവശ്യമല്ലേ അത്? നിങ്ങൾ അവരെ പുറത്ത് വിട്ടോ, പക്ഷെ കൂടെ കിടക്കുന്ന ആൾക്കാർ കൂടെ പുറത്ത് വിടണ്ടേ? വയ്യാത്ത ആൾക്കാർ വേറെ ഉണ്ടല്ലോ. എന്താ അവർക്ക് ഈ കേസിൽ താല്പര്യമില്ലാത്തത്? അവരെ കാര്യത്തിൽ നിങ്ങൾ എന്തേ മന്ത്രിമാരെ കൂടിയാണ് ഈ ജയിൽ വകുപ്പ് റിപ്പോർട്ട് കൊടുക്കാത്തത്? അപ്പൊ ഇതാണ് ജയിലിൽ പണം ഉണ്ടെങ്കിൽ, സൗന്ദര്യം ഉണ്ടെങ്കിൽ, അത് സ്ത്രീയാണെങ്കിൽ ആരാണെങ്കിൽ ഇവിടെ എന്തും ചെയ്യാന്നുള്ളൊരു നില നാട്ടിൽ സംജാതമായിരിക്കുന്നതാണ് ഈ സംഭവം പറയുന്നത്. ഇത് കേരളം ചർച്ച ചെയ്തിട്ട് അടിയന്തരമായിട്ട് ആ ജയിൽ വകുപ്പിന്റെ നടപടി സ്റ്റേ ചെയ്യണം. അവരെ ഒരു കാലത്തും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ജയിലിനകത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റായ സന്ദേശം സമൂഹത്തിൽ ഉണ്ടാകുകയും ചെയ്യും, അരക്ഷിതാവസ്ഥ ജനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഒരു സംശയം വേണ്ട.